ആ മക്കൾക്കുള്ള സ്വർണം കണ്ടങ്ങള് ആദ്യമായി നമ്മുടെ ഈ വേദിയിൽ വെച്ച് കല്യാണം നിർവഹിച്ച കണ്ണൂർ സ്വദേശിയായ മഹേഷ് കാഞ്ഞിരപ്പുഴ സ്വദേശിയായ ഹായ്, അപ്പോൾ ഞാൻ എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ കൊടക്കാട് എന്ന സ്ഥലത്താണ് കേട്ടോ. നമ്മൾ ഇത്രയും കാലം കാത്തിരുന്ന ഒരു കല്യാണത്തിൻ്റെ വീഡിയോ ആയിരുന്നു വന്നിട്ടുള്ളത്. അതായത് 20ഓളം പെൺകുട്ടികൾക്ക് മംഗല്യ സൗഭാഗ്യം നൽകുന്ന ഒരു സ്ഥലം നമ്മൾ കൊടക്കാട് തങ്ങളുടെ വീട്ടിലാണ്. അപ്പോൾ ഈ ഒരു അനാഥ കുട്ടികളെ മാത്രം സെലക്ട് ചെയ്ത് നടത്തുന്ന ഒരു കല്യാണം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. 10,000-കണക്കിന് ആൾക്കാരാട്ടോ ഇവിടെ നിന്ന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വന്ന എല്ലാവർക്കും ഭക്ഷണം ഒക്കെ ഫ്രീ ആണ് ഇവിടെ. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത്. അല്ല അടിപൊളി സീനാക്കി വരാനുള്ളതൊക്കെ. കാരണം നമ്മുടെ മുസ്ലിംസ് ഹൈന്ദവ സഹോദരങ്ങൾ എല്ലാവരും കല്യാണത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും കല്യാണം ഒരേ സ്റ്റേജ് വെച്ച് നടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് വാ. അപ്പോൾ നമ്മുടെ 10,000-കണക്കിന് ആൾക്കാർ വരുന്ന ഈ കല്യാണത്തിൻ്റെ ഭക്ഷണം മൊത്തമായിട്ട് ഏറ്റെടുത്ത ഒരാളുണ്ട്. ഇതിൻ്റെ മെയിൻ സൂത്രധാരൻ ഒരാളുണ്ട്. അപ്പോൾ അസ്സലാമു അലൈക്കും. എന്താ പേരെന്തേനോ? സലീം. നല്ല തിരക്കിലല്ലേ? അപ്പോൾ നമുക്ക് ഏകദേശം എത്ര പേരുണ്ടാവും ഇവിടെ കല്യാണത്തിന്? കുഴപ്പമില്ല. എത്ര പേരുണ്ടാവും? ഒരു 75,000-80,000 പേരുണ്ടാവും. അത്ര ആൾക്കൊക്കെ ഫുഡ് വേണ്ട? ഫുള്ള് എല്ലാവർക്കും ഫുഡ് ഉണ്ടാവും? എല്ലാവർക്കും ഫുഡ് ഉണ്ട് അല്ലേ? ഇതിപ്പോ സ്ഥിരമായിട്ട് നിങ്ങളാണ് ഏറ്റെടുക്കണേ അല്ലേ? അല്ലേ? ഏകദേശം നമ്മളേ ഇന്നിപ്പോ എത്ര ചെമ്പ് ബിരിയാണി വെച്ചിട്ടുണ്ടാവും? ഇന്ന് 100 ചെമ്പ്. 100 ചെമ്പ്. അപ്പോൾ ഇത് എത്ര പണിക്കാരുണ്ടാവും നമുക്ക് കീഴില്? 150 ആളുണ്ട്. ഇത്രയും ആൾക്കാരെ നിങ്ങൾ എന്നും മെയിൻറ്റെയിൻ ചെയ്യണ്ടോ? ഇതൊക്കെ നിങ്ങൾ ആൾക്കാർ തന്നെ അല്ലേ? ഓക്കെ. ഇപ്പൊ ഇതല്ലാതെ മറ്റെന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ ഈ കല്യാണം അല്ലാതെ മറ്റേതിലും? അല്ല, നമ്മൾ ലൈൻ വർക്ക് എല്ലാം ചെയ്യുന്നതാണ്. എല്ലാം ചെയ്യുന്നുണ്ട് ഇവിടെ സ്ഥിരമായിട്ട് നമ്മൾ തന്നെ. ഓക്കെ. നല്ല തിരക്കിലാണ് ആള്. കാരണം ഒരുപാട് ബിരിയാണികൾ വെച്ചാൽ നമ്മൾ ചെമ്പ് കാണാം, ഇഷ്ടം പോലെ ചെമ്പ് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. അതായത് ഇതെല്ലാം ഈ ഒരു കല്യാണത്തിന് വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഫുഡാട്ടോ. പുറത്തേക്ക് പോകുന്നില്ല. എല്ലാവരും ഒരുപാട് കുട്ടികളും ഒരുപാട് നാട്ടുകാരും സഹായിച്ചിട്ടുണ്ടായിരുന്ന സംഭവമാട്ടത്. ഭക്ഷണം പാക്കിങ് ചെയ്യുന്നത് ഏകദേശം 300ഓളം പേരാണ് കേട്ടോ. ഏകദേശം ഇവിടുത്തെ നാട്ടുകാരുടെ നല്ല സഹകരണം, അതോടൊപ്പം തന്നെ ഈ നൂറ ഹബീബിൻ്റെ ടീം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ കല്യാണം കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത് കേട്ടോ. അത് നിങ്ങളിലേക്കും എത്തിക്കുന്നു എന്ന് മാത്രം. സത്യം പറയാം, 10,000 പേരുടെ കല്യാണം എന്നായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 20,000 അല്ല, 30,000 അല്ല, അതിന് മേലെ ആളുകളാണ് ശരിക്കും ഇന്ന് കല്യാണത്തിന് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അത്രയും തിരക്കായിരുന്നു ഇവിടെ. അതുകൊണ്ട് തന്നെ ഇതാ നിലവിൽ 2,500 പാക്കറ്റ് ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ 3 റൗണ്ട് ഇപ്പോൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ സ്റ്റേജിലേക്ക് മണവാട്ടിമാരെ കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. അതിനുവേണ്ടി ആദ്യത്തെ 5 മണവാട്ടിമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാം ഡ്രസ്സിങ്ങിനും കാലമായിട്ട് വരുന്നുണ്ട്. എന്തായാലും ഫുള്ളായിട്ട് കണ്ടു നോക്കിയിട്ട് മാത്രം നിങ്ങൾ അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കല്യാണത്തിൽ പങ്കെടുക്കുന്ന ഒരു മണവാട്ടിയുടെ ഒരു പാരൻസിനെ കിട്ടിയിട്ടുണ്ടോ? പേരെന്തായിട്ടുണ്ട്? ഓക്കെ. ഇവിടെ രാജൻ. നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? തത്തമംഗലം അല്ലേ? തത്തമംഗലം, കുറ്റിക്കാട്, പാലോട്. ഓക്കെ. അപ്പോൾ നമ്മൾ തങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടത്? ഞങ്ങൾ ഇതേവരെ നേരത്തെ ഒരു കല്യാണത്തിന് ഇവിടെ വന്ന് അങ്ങനെ കഴിഞ്ഞപ്പോൾ അടുത്ത ആളെ കൊണ്ട് പറഞ്ഞു ഇന്നമാതിരി എന്നോട് സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവർ നല്ല പരിപാടിയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അല്ല, നിങ്ങളിതിന് മുമ്പ് ഫാമിലി ഫാമിലി പറഞ്ഞ ഒരു അഞ്ചിന് ഒരു പെണ്ണെടുത്തിട്ടുണ്ട് തെങ്ങരയിൽ നിന്ന്. അത് ഇവിടെ നിന്ന് നടത്തി? ഇവിടെ നടത്തി. ഓക്കെ. ഇത് രണ്ടാമത്താണ്? ഇത് രണ്ടാമത്തെ. പേരെന്തേലും? രാജൻ. രാജല്ലേ. പിന്നെ എങ്ങനെയുണ്ട് കല്യാണത്തിന് ഒരുക്കങ്ങളൊക്കെ സെറ്റായിരുന്നോ? ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ. ഓക്കെ. അതെല്ലാവരും ഹാപ്പി അല്ലേ? കുടുംബം എല്ലാവരും വന്നിട്ടുണ്ടോ? ഓക്കെ. അതിൽ കണ്ടതിൽ വളരെ സന്തോഷം. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ നൂറെ ഹബീബിൻ്റെ മുത്തുമണികൾ എന്ന് പറയുന്ന ഇതിൻ്റെ അഡ്മിൻസിനാണ് കേട്ടോ. അവരുടെ ടീം വർക്ക് എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രോഗ്രാമിന് നമുക്ക് കാണാൻ പറ്റില്ല. അത്രയും സ്ത്രീകൾ ഒരുമിച്ചിരുന്ന് പല വീടുകളിൽ നിന്നും വന്ന് ഒരേ കുടുംബം പോലെ പ്രവർത്തിച്ച് ഇത്രയും അധികം മണവാട്ടിമാർ, ഏകദേശം ഇന്നത്തെ കല്യാണത്തിന് 20ഓളം മണവാട്ടിമാർ തന്നെ പങ്കെടുക്കുന്നുണ്ട്. 20 എത്തീം കുട്ടികളുടെ കല്യാണമാണ് കേട്ടോ. ഇത് എത്തീം കുട്ടികളാണെന്നും അവർക്ക് ഒരു മറ്റൊരു വഴി ഇല്ലെന്നും എല്ലാം ഉറപ്പിക്കുന്നതും അത് കണ്ടെത്തുന്നതും എല്ലാം ഇതിൻ്റെ അഡ്മിൻസാണ്. അവർ തന്നെയാണ് ഈ കുട്ടികളെ സെലക്ട് ചെയ്യുന്നതും. എന്തായാലും അവരുടെയൊക്കെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ഇന്ന് ഏകദേശം 20 എത്തീം പെൺകുട്ടികളുടെ കല്യാണമാണ് ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ 5 ഹൈന്ദവ സഹോദര മതത്തിലെ ആൾക്കാരും മറ്റുള്ളത് 15 മുസ്ലിം കല്യാണമാണ്. അതിനിപ്പോൾ ഇവിടെ പൂജാരി അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. താലി പൂജിക്കുന്ന ചടങ്ങാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ.
ഈ യുവാക്കൾക്ക് മംഗല്യ സൗഭാഗ്യം ഒരുക്കുന്ന ഈ സമൂഹ വിവാഹത്തിന് അതുപോലെ തന്നെ വധൂവരന്മാർക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകൾ അദ്ദേഹം നമ്മോട് സംസാരിക്കുക. അതിനുവേണ്ടി വളരെ പ്രിയപ്പെട്ട കണ്ണൂർ സ്വദേശിയായ മഹേഷ്, കാഞ്ഞിരപ്പുഴ സ്വദേശിയായ കാവ്യ, ഇവരുടെ വിവാഹമാണ് നടക്കുന്നത്. ശാന്തിമാരായി പ്രിയപ്പെട്ട രാഘവേന്ദ്ര ഭട്ട്, മുകുന്ദൻ, വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രിയപ്പെട്ട സയ്യിദ് അവറുകൾ താലി കൈമാറുന്നു. വലിയ മനോഹരമായ ഒരു ചടങ്ങാണ് നമ്മുടെ ഈ ദീപകാരുണ്യ പ്രവർത്തന മേഖലകളിലേക്ക് പുതുതായി എത്തിച്ചേർക്കപ്പെടുന്നത്. ഞാൻ നിന്ന് ബുദ്ധിമുട്ടായിട്ട് മാറി നിൽക്കണം. മതസൗഹാർദ്ദത്തിൻ്റെ മറ്റൊരു കവാടം കൂടിയാണ് ഈ ഒരു വിവാഹം എന്നും കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം ഈ പ്രോഗ്രാമിനും വേണ്ടി തങ്ങൾ രാവിലെ മുതൽ ഓടി നടക്കുന്നത് എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. എന്തായാലും അവരുടെ കല്യാണം നടത്തിക്കൊണ്ട് ഇതെൻ്റെ മക്കളാണ്, ഇവരെ പൊന്നുപോലെ നോക്കണമെന്ന് പറഞ്ഞ് വരന്മാരെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമാണ് തങ്ങൾ ആ സ്റ്റേജ് വിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അത് വലിയൊരു വാക്കായിരുന്നു കേട്ടോ. അതിനുശേഷം ഒരുപാട് പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ നടന്നു. അതുമാത്രമല്ല, ഈ ഹിന്ദു മതത്തിലെ കല്യാണം അത് കണ്ടു നിൽക്കാൻ തന്നെ മറ്റൊരു ഭംഗിയും കൂടിയാണ്. എന്തായാലും വളരെ മികച്ച രീതിയിൽ തന്നെ ഈ പ്രോഗ്രാം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. ആ മക്കൾക്കുള്ള സ്വർണം കണ്ടങ്ങള് ആദ്യമായി നമ്മുടെ ഈ വേദിയിൽ വെച്ച് കല്യാണം നിർവഹിച്ച കണ്ണൂർ സ്വദേശിയായ മഹേഷ്, കാഞ്ഞിരപ്പുഴ സ്വദേശിയായ കാവ്യ ഇവർക്കുള്ള സ്വർണ്ണാഭരണം 10,000-കണക്കായ നൂറെ ഹബീബയുടെ കുടുംബങ്ങൾ വഴി തങ്ങളുടെ കൈകളിലേക്ക് എത്തി തങ്ങൾ അതിനടുത്തപ്പെട്ട ആളുകളിലേക്ക് അതിന്റെ നവദമ്പതികൾക്ക് കൈമാറുന്ന നിങ്ങള് പാവപ്പെട്ട മക്കളല്ലോ. അവരെ സെന്ററിലേക്ക് എത്താറ്റോ? ഒന്നൂരി എല്ലാവരും സെന്ററിലേക്ക് എത്തോ? പക്ഷെ ഇങ്ങോട്ട് നിന്നാല് മണവാളനും കൂടി ആ 5 കല്യാണങ്ങളും വളരെ ഭംഗിയായി നടത്തിയതിന് ശേഷം മാത്രമാണ് തങ്ങൾ മുസ്ലിം നിക്കാഹിന് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 15 വരന്മാരുടെ നിക്കാഹ് ഒരേ വേദിയിൽ വെച്ച് ഒരേ സമയത്ത് നടന്നതായിരുന്നു മറ്റൊരു പ്രാധാന്യം. എന്തായാലും എല്ലാം കൂടി ഒരു വീഡിയോയിലില്ല. നിങ്ങൾ വീഡിയോ മാക്സിമം കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൗവജതുക വഅൻകഹതുക ബിന്തി സാലിമ ബിഹാദൽ മഹരി الحلي من الذهب قبلت منك نكاحها وتزويجها بهذا المهر المذكور ورضيت به. എൻ്റെ മകൾ സാലിമ എന്നവരുടെ ഈ സ്വർണ്ണമാണ്. മഹറിന് പകരം താങ്കൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു, ഹലാലായ ഭാര്യയാക്കി ഇണയാക്കി തന്നു. നിങ്ങളുടെ മകൾ സാലിമ എന്നവരുടെ ഈ സ്വർണ്ണച്ചെയിൻ മഹറിന് പകരം താങ്കൾ എനിക്ക് നിക്കാഹ് ചെയ്തു തന്നതിനെ ഹലാലായ ഭാര്യയാക്കി ഇണയാക്കി തന്നതിനെ ഞാൻ സ്വീകരിച്ചു, പൊരുത്തപ്പെട്ടു. രണ്ടാണ് വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈത്തിഹി അജ്മഈൻ.
അപ്പോൾ കല്യാണത്തിൻ്റെ ഒക്കെ തിരക്കിൽ എല്ലാ തിരക്കും മാറ്റി വെച്ച് നമ്മളെ ക്യാമറ കൊണ്ട് വന്നിട്ടോ. ലൈവിൽ അത്യാവശ്യം നല്ല പോലെ തിളങ്ങുന്ന ആളാണ് അല്ലേ? എത്ര ആൾക്കാർ കാണും? ലൈവൊക്കെ കാണും നോക്കേണ്ട? ഈ ഉള്ള ലൈവ് കാണേണ്ട? കാണേണ്ടേ? പിന്നെ എന്താ തോന്നല്? ഒന്നുമില്ലേ? എനിക്ക് ഈ നൂറെ ഹബീബ് മജ്ലിസൊക്കെ ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇഷ്ടം. പക്ഷെ തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യുമ്പോ ആമീനൊക്കെ പറയുമ്പോ ഭയങ്കര ഇഷ്ടം. ഇഷ്ടാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാ അറേ? ഈ ലൈവ് കാണുമ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാ? ഏറ്റവും ഇഷ്ടം ആരെ? എന്താ അങ്ങോട്ട് പറയാത്ത? ഇങ്ങോട്ട് പറഞ്ഞൂടെ? പറയോ. 20ഓളം ആൾക്കാരെ യതീമക്കളെ കല്യാണം കഴിഞ്ഞു. എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. അതിൻ്റെ ഇടയിൽ ഒരാൾ ഭയങ്കരമായിട്ട് നമ്മുടെ ഓരോ വിഷയങ്ങൾ പറഞ്ഞിട്ടാണ് ഇവിടുത്തെ വീട്ടിലത്തെ കാര്യങ്ങൾ ഓരോരുത്തർ വരുന്നതും എന്താ പറയാ അവിടെ സലാം പറയുന്നതും മിഠായി വരുന്നതൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാട്ടോ. ഇന്നാരൊക്കെ മിഠായി തന്നെ പറയും? ഇന്നാരൊക്കെ മിഠായി തന്നെ? അല്ലാ സങ്കടമായി. ഇന്ന് മിഠായി കിട്ടിയില്ല. എന്താ വരുന്നത് മിഠായി? ഇത് കാണിച്ച് മിഠായി എടുത്ത് കാണിച്ച്. ഇതാരാ? അറിയോ?